സോ വെൽക്കം ടു അനദർ ഡേ. അപ്പം നമ്മൾ ഇന്ന് നെക്സ്റ്റ് ഡേ ഓഫ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബാന്ദ്ര, പിന്നെ ഇവിടുത്തെ ഒരു മാള്, പിന്നെ ബീച്ച്. ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പം നമുക്കിന്ന് ഒന്നിച്ച് പോയിട്ട് എന്തൊക്കെ കവർ ചെയ്യാൻ നോക്കാം. അപ്പം ഇന്ന് ഞാൻ again ഗ്രീൻ ജീൻസും പിന്നെ ഈ ഒരു ക്രോഷേ സുഡിയോയുടെ ടോപ്പ് ഇട്ടോ ടൈപ്പുള്ളത്. ഈ പോയാ അങ്ങനെ നമ്മളിതാ ഞാൻ കൊത്തനെ പന്നിനെ ഞാൻ അങ്ങനെ ഇതൊക്കെ വോയിസ് ഓവർ കൊടുക്കാൻ ആവശ്യം വരും. മിസ്റ്റർ TCS ഉണ്ടായതുകൊണ്ട് നമ്മൾ മുംബൈ കണ്ടു. അപ്പോൾ നാളെ കേട്ടോ നമ്മുടെ റിട്ടേൺ എന്നാണ് വിചാരിക്കുന്നത്. വിചാരിക്കലല്ല, ബുക്ക് ചെയ്തു ഷൊർണൂർ വരെ. അയ്യോ ഓട്ടോ പോയി. ഓട്ടോ വിളിച്ച് അങ്ങനെ നമ്മളെപ്പോഴും പോകാറില്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഐ മീൻ ലോക്കൽ ട്രെയിനിൻ്റെ. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മളങ്ങനെ ട്രെയിൻ ഇറങ്ങി ബാന്ദ്ര എത്തി. അപ്പോൾ ആദ്യം തന്നെ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നത്. നേരെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഷോപ്പിംഗ് ഏരിയയിലേക്ക് നമ്മൾ 2 ഓട്ടോയിൽ പോവാം കേട്ടോ. ഷോപ്പിംഗ് ഏരിയ കുറേ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കമ്മലൊക്കെ ഞങ്ങൾ റേറ്റ് ചോദിച്ചു. ഇതിൻ്റെ പ്രൈസ് 399 ആണ് ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെ അല്ല, വെരി എക്സ്പെൻസീവ്. ഞാൻ വിചാരിച്ച ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. നഹീയുടെ അടുത്ത് സെയിം റേറ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കൂടുതലും ഭയങ്കര അങ്ങനെ റേറ്റ് കുറവായിട്ടൊന്നും തോന്നില്ല. ഇവിടെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 3 പീസ് കോഡ് സെറ്റ്. പക്ഷെ അതൊരു 1000 എബോവാണ് പറഞ്ഞത് അവർ. അപ്പോൾ ഭയങ്കര ചീപ്പായിട്ടൊന്നും തോന്നിയില്ല. അതുപോലെ ടോപ്സും കാര്യങ്ങളൊക്കെ നോർമൽ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ടോപ്സ് ഒന്നും വാങ്ങിയില്ല. നൈറ്റ് ഡ്രസ്സുകൾ എനിക്ക് നല്ല സോഫ്റ്റ് ക്ലോത്ത്, കുറച്ചിങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന എക്സ്പോർട്ടഡ് ക്വാളിറ്റി ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസ് എനിക്ക് കുറച്ച് ചീപ്പ് റേറ്റിന് കിട്ടി. പിന്നെ എല്ലാവർക്കും വിശക്കണമെന്ന് പറഞ്ഞു അവിടെ പോയി നോക്കിയ ഷോപ്പുകളെല്ലാം ഭയങ്കര എക്സ്പെൻസീവ്. താലി മീൻസിലൊക്കെ 450 എബോവ് ഒക്കെ റേറ്റ് പറയണേ. അപ്പം നമ്മൾ വേണ്ടാന്ന് KFCയിലേക്ക് പോയി. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അല്ല അതിലുണ്ട്, കുപ്പിയിലുണ്ട് കുറച്ച്. 127 നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ. ഞാൻ വെയിറ്റിങ്. ഹിന്ദിയിലെന്താ പറയുക? അല്ല മറന്നു. बेहतर है। हाँ विंग पीस है। बताना मैम। കൊണ്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ നിന്ന് പറ്റിയതല്ല എന്നൊക്കെ അവർ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും സോറി ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞ് ഇതാ പുറത്തേക്ക് എത്തിയപ്പോൾ നമ്മുടെ ഒരു കുൽഫി ചേട്ടൻ നിൽക്കണ കണ്ടു. അപ്പോൾ കുൽഫി ചേട്ടൻ്റെ നിന്ന് കുൽഫി വാങ്ങി. നല്ലതായിരുന്നു കേട്ടോ. നാച്ചുറൽ ടേസ്റ്റാണ് തോന്നിയത്. ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സുള്ള പോലെയൊന്നും തോന്നിയില്ല. നന്നായിട്ടുണ്ട്. അപ്പോൾ ഇയാളിതാ ഈ സോഡ കുപ്പിയുടെ അടപ്പ് പോലത്തെ ഒരു സാധനം പ്രസ് ചെയ്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കുൽഫി നമുക്ക് തരുന്നത് കേട്ടോ. രസമുണ്ട് കാണാൻ. അപ്പം നമ്മളത് ഒരെണ്ണം കൂടെ വാങ്ങി. അപ്പോൾ മൂക്കത് വാങ്ങണം എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങി. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ അവളുടെ റിങ് ഉണ്ട്. അവളപ്പോൾ റിങ് വാങ്ങിയത് കാരണം അതുമ്പോൾ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അവൾക്കും കൊടുത്തു. അത് നല്ല കുൽഫി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞൊരു പാർക്കിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഉപ്പ് സോഡ വിൽക്കുന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഉപ്പ് സോഡ നമുക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സോഡയാണ് കുടിച്ചത്. ചിലർ ഉപ്പിട്ട് നാരങ്ങ വെള്ളം പോലെ, അതായത് സോഡയ്ക്ക് പകരം വെള്ളം ഒഴിച്ചിട്ടുള്ളത് വാങ്ങി. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. നന്നായി ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു സ്പെഷ്യൽ മറ്റേ ചാട്ട് മസാലയില്ലേ, അങ്ങനത്തെ കൈൻഡ് ഓഫ് മസാലയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരെ കുറച്ച് നേരം പാർക്കിൽ കളിപ്പിച്ചു. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തു. അങ്ങനെ അവർ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ
അടുത്ത സ്ഥലത്തേക്ക് പോകാം. പക്ഷെ നമുക്ക് മാളിൽ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതിനി മാളിൽ പോലും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ബീച്ചിൽ പോകാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ബീച്ചും മാളും കൂടെ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ബീച്ചിൽ പോകാമെന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടോയും വിളിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിൽ നമുക്ക് കുറച്ച് സമയം ഈവനിങ് സ്പെൻഡ് ചെയ്യാം. സൺസെറ്റ് കഴിഞ്ഞാൽ തിരിച്ച് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല ബീച്ച്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ എയർപോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് പോകണ കാണാം. സെക്കൻഡ് വെച്ചെന്നുള്ള രീതിയിൽ ഫ്ലൈറ്റ്സ് പോകുന്നുണ്ട്, ഹെലികോപ്റ്റേഴ്സ് പോകുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കണ്ടോ, അതും ഇത്രയല്ല കേട്ടോ, ഇതിനേക്കാളും നമുക്ക് അടുത്ത് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അടിപൊളിയായിരുന്നു. എവിടെയെങ്കിലും കളയാനുള്ള മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പോകുന്ന സമയത്ത് ഈ ഒരു ലൈഫ് ജാക്കറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. എനിക്ക് കിട്ടിയില്ല കോട്ട്. അവര് ഷൂ ആയതുകൊണ്ടാ മുഴുവരല്ലേ. വേണ്ട ആരും വരണ്ടാവും. ഇത് പെർ ഹെഡ് 300 റുപ്പീസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ പുറകെ നടന്ന് ബാർഗേജ് നമുക്ക് ഒരാൾക്ക് 100 or 150 ആ റേഞ്ചിലാണ് നമുക്കിതിൽ എൻട്രി കിട്ടിയത്. അപ്പോൾ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ മീൻസ് ലാഭമായിട്ട് തോന്നി. വിമാനം ഞാൻ ചെന്നൈ ആൾ കൊണ്ടുകൊണ്ടേ വന്നത്. അങ്ങനെ നമ്മളിവിടെ ജൂഹുവിൽ ബോട്ടിങ്ങിന് പോവാ. Wow, what a view. നല്ല വാട്ടോ വാട്ടോ. കൂടി ഇല്ലാട്ടോ, കിട്ടിയില്ലെങ്കിൽ ഇല്ലാത്തേ ഉള്ളൂ. മോളവിടെ ഇരിക്കും. പുഴയല്ല കടലാണ് കേട്ടോ. തള്ളി വിട്. ആരെങ്കിലും ആ ചേട്ടന്മാരെ ഒന്ന് നിങ്ങൾ നടത്താൻ പറഞ്ഞില്ലേ. ഞാൻ സത്യം പറഞ്ഞിട്ട് എനിക്ക് പേടിയാന്ന്. അയ്യോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടെ നിന്ന് പോയ 2000-ൻ്റെ ആ ഒരു ബോട്ടിങ്ങിനേക്കാളും കിടിലനായിരുന്നു. അതിൻ്റെ 2 ഇരട്ടി സൂപ്പറായിരുന്നു. അഫോർഡബിൾ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലോണം വാട്ടറൊക്കെ ഇങ്ങനെ തെറിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല സ്പീഡിൽ നല്ല കുറച്ചിങ്ങനെ സാഹസികമായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ തോന്നില്ല. ആ ഒരു രീതിയിൽ ഇവർ കൊണ്ടുപോയി കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി. ഇനി നമുക്ക് പതുക്കെ പോയിട്ട് എന്തെങ്കിലും സ്നാക്ക് ചെയ്യാം. അങ്ങനെ നമ്മളിവിടുന്ന് മാഗി വാങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാഗി കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നോർമൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ സാധാ മാഗി നൂഡിൽസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ. കുറച്ച് സ്പൈസി ആയിട്ട് തോന്നി. ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ്, കുറച്ച് ജ്യൂസി ആയിരുന്നു. കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ വാങ്ങിയില്ല കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടിരുന്നു, അത്രേ ഉള്ളൂ. കാഴ്ചകളായിട്ട് ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ പമ്പരം വാങ്ങി 2 എണ്ണം.
അപ്പോൾ അത് ഇതെങ്ങനെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെയാണ്. പിന്നെന്താ, ഇതായിരുന്നു നമ്മുടെ മാഗി കേട്ടോ. കുഴപ്പമില്ല ടേസ്റ്റ്. പിന്നെ നമ്മുടെ കുബേരനിൽ ദിലീപ് നിൽക്കുന്ന പോലെ ഒരു ചേട്ടൻ ഇങ്ങനെ നിൽക്കണ കണ്ടു. അങ്ങനെ നമ്മൾ മുംബൈ മെട്രോ സ്റ്റേഷൻ്റെ പരിസരത്താണ് ഇവിടെ നിൽക്കണേ. ഇതാ നമ്മുടെ ട്രെയിൻ വന്നു. വേണ്ടി വരില്ല, വേണോ? ഇവിടെയും നമുക്ക് ഷോപ്പിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും ഒരുപാട് ഷോപ്പിംഗ് കുട്ടി കുട്ടി സാധനങ്ങളും ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഉണ്ടോ സാധനം? ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. സോ ലെറ്റ്സ് ഗോ. കം കം കം. വെള്ളാക്കുട്ടി പമ്പരം പിടിച്ച് കറക്കി കളിക്കുക. ഇതാണോ? ഓ എന്താ തേക്ക് നോക്കി. മിന്നല് പോലെയാ ട്രെയിൻ പോണേ. ഷുപ്പ് എന്ന് പറഞ്ഞിട്ട്. ബാലവേലയാണ്. ചെമ്പ് സാധനം വെയിലൊക്കെ വാങ്ങിക്കും. അതെ സിംഗിൾ കലക്കന പച്ച എന്താ സാധനവോ? ഇത് ഇവിടുത്തെ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഉഴുന്നുവട. സോറി, എന്തായിരുന്നു മറ്റേ എന്തായിരുന്നു എള്ളുണ്ടായൊരു സംഭവം. അത് സാരല്ല, അറിയാണ്ടല്ലേടാ. ഇങ്ങോട്ട് നീക്ക്. ഇവിടെ ഗുലാബ് ജാം പല വെറൈറ്റി ഓഫ് ഷേപ്സിലും ഇതിലൊക്കെ അവൈലബിൾ ആണ് വിത്ത് ഡിഫറെൻറ്റ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ ട്രിപ്പ് ഫൈൽ ചെയ്ത് ഇരിക്കുകയാണ്. ഇന്നത്തോടെ കറക്റ്റ് അവസാനിപ്പിച്ച് ഇനി നാളെ നമ്മൾ ഉണ്ടാക്കി പോകും. ഇത് സാമ്പിൾ ഉണ്ട്. ഇത് ഇവിടുത്തെ ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് കേട്ടോ. നമുക്കിവിടെ ഇത് മൊബൈൽ പൗച്ച് വാങ്ങണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഏതാ സവാള ഉണ്ടോ? കൂട്ടം കൂട്ടിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാരറ്റും കിഴങ്ങൊക്കെ കിട്ടുന്ന ഐറ്റം അപ്പുറത്തല്ലേ. അയാൾ 25 മിനിറ്റാ പറഞ്ഞത്. അതിനുള്ള നയിപ്പുണ്ട്. ആ ബോള് മാത്രം കിട്ടും. പൈസ അവക്ക് കൊടുക്ക. അതും പകുതി മോക്കും കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികൾ. അപ്പം ഇനി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ടാറ്റ ബൈ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് പോയി. ഗുഡ് നൈറ്റ്.